ഹലോ, ഇതെന്തിൻ്റെ പൂവാണെന്നറിയാമോ? ഇതാണ് മുരിങ്ങാപ്പൂവ്. ഇത് വെച്ച് നമുക്കൊരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഈ പൂക്കൾ ഓരോന്നും അതിൻ്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ച് എടുക്കണം. നമുക്കിവിടെ മുരിങ്ങയുടെ പൂവ് ധാരാളം കിട്ടും. ഈ മുരിങ്ങയിൽ പൂ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അത് കായ് ആവാറില്ല. സാധാരണ അത് കൊഴിഞ്ഞ് പോവാറാണ് പതിവ്. അപ്പോൾ ഇത് വെറുതെ കൊഴിഞ്ഞ് പോവണ്ടല്ലോ, നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള പൂവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് തോരൻ വെക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇത് വളരെ സ്വാദാണ് കഴിക്കാനായിട്ട്. പൂവെല്ലാം തണ്ടിൽ നിന്ന് വേർതിരിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. നന്നായി കഴുകിയെടുക്കണം. ഇതിൽ കുറേ ഉറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ നല്ല രീതിയിൽ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ചുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് നാളികേരം ചെരുകിയത്. എനിക്കങ്ങനെ നാളികേരം വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. കുറച്ചുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഉള്ളി ഇതുപോലെ ഒരു ചെറിയ ഉരുളിട്ട് ചതച്ചെടുക്കുക നന്നായിട്ട്. പിന്നെ വെളുത്തുള്ളിയും കൂടിയും അതിലിട്ട് ചതച്ചെടുക്കുക. ഒരുമിച്ച് ചതച്ചാലും മതി. അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ നമ്മുടെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. ഇത്രയും കടുക് മതി കേട്ടോ. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. പിന്നെ അതിനാവശ്യമായ പാകത്തിന് മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, അത് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം ചെറുകിയതും കൂടി ഇനി ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി, കുറച്ച് ഉപ്പ് കൂടി അതിൽ ചേർത്ത് ഇളക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നമ്മുടെ നാളികേരം ഒന്ന് മൂത്ത് വരുമ്പോൾ ആ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ മുരിങ്ങയുടെ പൂവ് കൂടി ഇട്ട് കൊടുക്കുക. ഇത്തിരിച്ചായി ഇളക്കി കൊടുക്കുക. ഇത് പൂവായതുകൊണ്ട് വെന്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വാടിക്കോളും. എന്നാലും അത് നന്നായി എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി വാട്ടി കൊടുക്കുക. അപ്പോൾ അതാ ഏകദേശം ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല രുചിയുള്ളൊരു തോരനാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.